ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സാൻ വേലിയലി. സോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് മൈൻഡിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മനസ്സിലാക്കാന്നുള്ള കാര്യമാണല്ലേ. ആൻഡ് നമ്മുടെ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, നമ്മളിപ്പോൾ വെറും 5 നമ്പേഴ്സിൻ്റെത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് 3ൻ്റെയും 4ൻ്റെയും നോക്കാനുണ്ട്. 6, 7, 8 നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ ഫുള്ള് കവർ ചെയ്യാന്നുള്ളത് അതൊക്കെ നമുക്ക് ആ വഴിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണിത് ഈസി ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ടുതന്നെ നമ്മളിത് കഴിയുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഈസിയാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ. നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെല്ലാം അങ്ങനെ ആ രൂപത്തിൽ നോക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ എന്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സോ നമ്മൾ എന്തായാലും ആദ്യം നമ്മൾ 3ഉം 4ഉം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ 99% നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് 5×3 എത്ര, അല്ലെങ്കിൽ 6×4 എത്ര, അങ്ങനെ ചോദിക്കുമ്പോൾ എത്ര പറയണം എന്നുള്ളത് കൂടി മാത്രം നമുക്ക് നോക്കാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ, ഇപ്പോൾ നമ്മൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കാം. നമ്മളിപ്പോൾ 1×3 3 ആണ്, 2×3 6, 3 3 9, 4 3 12, 5 3 50, 6 3 80, 7 3 21, 8 24, 9 26, 10 3 80. ഇതാണ് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ. സോ നിങ്ങൾക്ക് മലയാളത്തിലോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ അതിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ മതി. മലയാളത്തിൽ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണമെന്നില്ല, മലയാളത്തിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഓക്കെ. സോ സാർ ഇംഗ്ലീഷിലാണ് പഠിച്ചിരുന്നത്, സോ സാർ ഇംഗ്ലീഷിലാണ് പറയാറ്, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ. സോ നമുക്ക് ഈ ഒരു ടേബിൾ പഠിക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പറഞ്ഞിരുന്നു. ഏതാണ്, നമ്മൾ വർക്കൗട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. അത് ക്ലിയർ ആവാത്തവർക്ക് ഇന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ ഈസി ആവുക എന്നുള്ളത്. സോ അതെന്തായാലും ക്ലിയർ ആവണം. എങ്ങനെ, നമ്മൾ മൈൻഡിൽ എവിടെന്നെങ്കിലും നമ്മൾ ആദ്യം 3, 6, 9, 12, 15, 18, 21, 24, 27, 30 ഈ രൂപത്തിൽ ഇങ്ങനെ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞ് ആഡ് ചെയ്ത് വരണം. പിന്നെ നമുക്ക് എവിടുന്ന് ചോദിച്ചാലും, ഇപ്പോൾ ഞാൻ 18 മുതൽ ചോദിക്കുകയാണ്, 18 മുതൽ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്, 18, 21, 24, 27, 30 ഈ രൂപത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈസി ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ സോ നമുക്ക് വേണ്ടത്, നമുക്ക് 2 ചെക്ക് പോയിന്റ് വേണം. ചെക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്സ് ആണ് നമ്മളൊരു ചെക്ക് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ചെക്ക് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ചെക്ക് പോയിന്റ്സ് വരുന്നത് ഒന്ന് 1×3 നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഈസി അല്ലേ 1×3 അറിഞ്ഞിരിക്കാൻ, ആണല്ലേ. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് 5×3ൻ്റെ വാല്യൂ. 5×3 15 ആണെന്ന് പറഞ്ഞൂടെ. യെസ്. എന്തിനാണ് ഞാൻ ഈ 2 ചെക്ക് പോയിന്റ്സ് ആണെന്ന് പറയാൻ കാരണം ഇപ്പോൾ 1×3, 2×3, 3×3, 4×3 ഇതിൽ ഏത് ചോദിച്ചാലും നമ്മൾ ഈ 1×3 മുതലുള്ളത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്ത് നോക്കുക, നമ്മൾ പഠിച്ച കാര്യമുണ്ടല്ലോ 3 6 9 ആ രൂപത്തിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങളോട് 3×3ൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, 1×3 3 ആണ്, 2×3 എത്രയാണ് 6 ആണ്, 3×3 9 ആണ്. ക്ലിയർ അല്ലേ. അത് 5 വരെയുള്ള ഏത് വാല്യൂസ് ചോദിച്ചാലും ഇങ്ങനെ 1 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 3×4 ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 3×4 ആണ്. 3×4ൻ്റെ വാല്യൂ എത്ര, 4×3 3×4 നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ പഠിച്ചല്ലോ. സോ 3 നോക്കുക, 1×3 3, 3×3 2×3 6, 3×3 9, 4×3 12 അല്ലേ. 4 വരെയുള്ള മൾട്ടിപ്പിൾസ് 3ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസും 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ 12 ആണ്. ഇനി 5×3 15 ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണം. 5×3 15 ആണ്. ഇനി 5 മുതൽ 9 വരെ, അല്ലെങ്കിൽ 9 നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ഒരു 8 വരെയുള്ളതിൻ്റെ നമ്മൾ വരുമ്പോൾ എന്ത് ചെയ്യണം, 5 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചോദിക്കണം 7×3ൻ്റെ വാല്യൂ എത്രയാണ്, നമ്മൾ എന്ത് ചെയ്യണം, 5×3 15 ആണ്. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, 5×3 15, അപ്പോൾ 6×3 18, 7×3 21. ക്ലിയർ ആയോ എങ്ങനെ ചെയ്യാന്നുള്ളത്? ഇപ്പോൾ 7×3 ചോദിച്ചാൽ നമ്മളെന്താ ചെയ്യേണ്ടത്, 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 5×3 15 ആണ്, അപ്പോൾ 6×3 18, 7×3 21. ഓക്കെ. ഓ അപ്പോൾ നമുക്ക് ഈസി ആയില്ലേ, ഇവിടെ ഈസി ആയില്ലേ. ഇനി ഏത് നിങ്ങൾക്ക് ഈ 10 മൾട്ടിപ്പിൾസിൽ എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് ഈ രൂപത്തിൽ എഴുതാൻ മതി. ഇനി നിങ്ങൾക്ക് 5 അല്ല, ഇപ്പോൾ 6×3 18 ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചോളൂ. അതായത് ഇപ്പോൾ 7 കാണുന്നത് 6×3 18 ആണ്, 7×3 21 ആണ്. റെഡി ആയോ? യെസ്. സോ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം വെറുതെ. 9×3 ആയിരിക്കും. ഇത് ഒന്നെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. ഇവിടെ 9നെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏത് വാല്യൂ കൊണ്ട് 3 കൊണ്ടാണ്. സോ 3ൻ്റെ ജസ്റ്റ് ബിഫോറിലെ വാല്യൂ എഴുതിയിട്ട് അതിലോട്ട് 9 കിട്ടാൻ നമ്മൾ 7 ആഡ് ചെയ്താൽ സോ 27 കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇനി 3ൻ്റെ രൂപത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ രൂപത്തിൽ 5 3 15 ആണ്. അപ്പോൾ 6 3 18, 7 3 21, 8 3 24, 9 3 27. റെഡി അല്ലേ. യെസ്. ഇതുപോലെ നമ്മൾ ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുകയാണ്. എന്താണ്, നമുക്ക് 2 ചെക്ക് പോയിന്റ്സ് വേണം. അപ്പോൾ ചെക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ്, ഒന്ന് 1×4 4ഉം 5×4 എത്രയാണ്.
5 into 4 അല്ലെങ്കിൽ 5 4 എത്രയാണ് 20 ആണ് അല്ലേ. ഇനി നമുക്ക് ഏത് പറഞ്ഞൂടെ, ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് 3 into 4 ആണ്. നമ്മൾ ചോദിക്കുന്നത് 3 into 4 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 4 4 2 4 8 3 4 12 അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ 3ന്റെ മൾട്ടിപ്പിൾസ് ചെയ്ത് നോക്കായിരുന്നു. 3 into 4 എന്ന് പറഞ്ഞാലും 4 into 3 എന്നൊക്കെ പറഞ്ഞാലും സെയിം ആണ് അല്ലേ. സോ 3ന്റെ മൾട്ടിപ്പിൾസ് നോക്കിയിട്ട് എങ്ങനെ ചെയ്താൽ മതി? നാലാമത്തെ 3ന്റെ മൾട്ടിപ്പിൾ നോക്കിയാലും മതി. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 12 ആണ് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ് 7 into 4 അല്ലെങ്കിൽ 8 into 4. 8 into 4 നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. 5 4 20 അപ്പോൾ 4 24 7 4 28 8 4 32 ഈസി അല്ലേ. സോ 8 4 എത്ര വരിക? 32 ആണ്. സോ ഇനി അടുത്ത് നമുക്ക് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ് 6 into 4 എത്രയാണ് വരിക? 5 4 20 അപ്പോൾ 6 4 24. ക്ലിയർ ആയില്ലേ? ഇതുപോലെ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾസും ഈസി ആയിട്ട് പറയാൻ പറ്റും. റെഡി അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെഡി ആയിട്ടുണ്ടാവും. ബട്ട് നമ്മളിതിങ്ങനെ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ്. സർ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാണ്. നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതുക. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് നിങ്ങൾ മൈൻഡിൽ ചെയ്ത് നോക്കുക. ഓക്കെ, പേപ്പറിൽ എഴുതില്ല, മൈൻഡിൽ ചെയ്ത് നോക്കണം. മൈൻഡിൽ ചെയ്ത് നോക്കിയാലേ നമുക്ക് എന്താവുള്ളൂ, പേപ്പറിൽ എഴുതാതെ തന്നെ ആൻസേഴ്സ് കിട്ടി തുടങ്ങുള്ളൂ. റെഡി അല്ലേ? ഇനി ഇപ്പോൾ നമ്മൾ 1ൻ്റെ പഠിച്ചു, 2ൻ്റെ പഠിച്ചു, 3ൻ്റെത് പഠിച്ചു, 4ൻ്റെത് പഠിച്ചു, 5ൻ്റെത് പഠിച്ചു, പിന്നെ 6 7 8 നമ്മൾ നോക്കിയിട്ടില്ല, 9ൻ്റെത് പഠിച്ചു, 10ൻ്റെത് പഠിച്ചു. റെഡി അല്ലേ? യെസ്. സോ ഇപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? 1 പഠിച്ചു, 2 3 4 5 9 10. ഇത് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ല. ഇവിടെ 6 7 8ൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ പഠിച്ചു? നമ്മൾ ഇത്രയും വാല്യൂസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ ഇവളുടെ കാര്യം പഠിച്ചു, 2ൻ്റെ പഠിക്കുമ്പോൾ ഇത് പഠിച്ചു. കാരണം ഇതെല്ലാം എന്താണ്? 2 കൊണ്ടുള്ള മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ 3 കൊണ്ടുള്ളത്, ഇവിടെ 4 കൊണ്ടുള്ള വാല്യൂസ്, ഇവിടെ 5, ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്പിൾസ്, ഇവിടെ 10 കൊണ്ട് അല്ലേ. ഇത് നമുക്ക് ആകെ വാല്യൂസ് ഉള്ള എന്താ? ഇത്രയും വാല്യൂസ് മാത്രം. അതായത് വെറും 9 വാല്യൂസ് മാത്രം. ഈ റെഡ് ബോക്സിൽ വരച്ച ഈ 9 വാല്യൂസ് മാത്രമേ നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. സോ അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഈ ഒരു 9 വാല്യൂസ് നമുക്ക് പഠിക്കാൻ വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഇതിൽ 9 ഇനി ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കുന്നതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇത്. ഈ 6 into 6ൻ്റെ വാല്യൂ, 7 into 7, 8 into 8 സെയിം വാല്യൂസ് കൊണ്ടുള്ള മൾട്ടിപ്പിൾസ്. അതെല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ കാര്യമാണ്. 6 6 എത്ര? 86 ആണ്. 7 7 49 ആണ്. 8 8 64 ആണ്. ഇത് നമുക്ക് പല സമയത്ത് ആവശ്യം വരും ചെയ്യും. ഓക്കെ, സോ ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ കുറച്ചെങ്കിലും ഒരു ബൈ ഹാർട്ട് ഉണ്ടെങ്കിൽ ഇവിടെയാണ് വരുന്നത്. 6 into 6ൻ്റെ വാല്യൂ എത്രയാണ്? 36 ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ 7 into 7ൻ്റെ വാല്യൂ എത്രയാണ്? 49 ആണ്. ആൻഡ് 8 into 8ൻ്റെ വാല്യൂ 64 ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും വാല്യൂസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു. അതുപോലെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യം തന്നെയാണ് ഈ 3 വാല്യൂസിൻ്റെത്. സോ ഈ 3 വാല്യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതൊക്കെ, ഇവിടെ നോക്കൂ, ഇത് പോയി, 7 7 പോയി, 8 8 64 പോയി അല്ലേ. ഇനി നമ്മൾ ഇവിടെ നോക്കൂ, ഇതിൽ 7 into 6 42 എന്ന് പറഞ്ഞാലും 6 into 7 42 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? ആണ്, സെയിം ആണ്. ആൻഡ് അതുപോലെ ഇവിടെ 8 into 6 48, 6 into 8 48 രണ്ടും സെയിം അല്ലേ? ആണ്, സെയിം ആണ്. ആൻഡ് ഇനി നമുക്ക് ഇതുപോലെ ഒരു പെയർ കൂടി ഉണ്ട്, 8 into 7ഉം 7 into 8ഉം. ക്ലിയർ ആയോ? ശരിക്കും ഇവിടെ 9 പഠിക്കാനില്ല, നമുക്ക് വെറും 6 മാത്രമേ പഠിക്കാനുള്ളൂ. ഈ 6 into 6, 7 into 7, 8 into 8 അതുപോലെ നമ്മൾ പഠിച്ചിരിക്കണം. ഏതാണ്? ഒന്ന് 6 into 7 അല്ലെങ്കിൽ 7 6 എന്നോ അല്ലെങ്കിൽ 6 7 42, 7 into 6 42 ആണ്, അല്ലെങ്കിൽ 6 into 7 42 ആണ് ഒന്ന്. പിന്നെ 8 into 6 എത്രയാണെന്നുള്ളത്. ഓക്കെ, 8 into 6 എത്രയാണെന്നുള്ളത് വിച്ച് ഈസ് 48. ഈ 8 into 6 48 പഠിച്ചു വെക്കാൻ നമുക്ക് 8 into 5 എത്ര? 40 അല്ലേ. അപ്പോൾ 8 into 6 എന്തായിരിക്കും? 40 ഒരു 8 ആഡ് ചെയ്തല്ലേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റഡ് അഡീഷൻ ആണ്. 8 into 5 എന്ന് പറഞ്ഞാൽ 8നെ ഒന്നുകിൽ 5നെ 8 ടൈംസ് എഴുതാന്ന് എഴുതാം, അല്ലെങ്കിൽ 8 എന്നുള്ള വാല്യൂവിനെ 5 ടൈംസ് എഴുതാം അല്ലേ. ഇവിടെ 8 + 8 + 8 + 8 3 4 ഒരു 8 കൂടി ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 40 കിട്ടുക. ഇനി 8 into 6 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 8നെ 6 ടൈംസ് എഴുതണം. അതായത് ഇതിലോട്ട് ഒരു 8 കൂടി ആഡ് ചെയ്യണം.
ഇതിലോട്ട് 8 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക 48 വരിക. സോ ഇങ്ങനെ നമുക്ക് മൈൻഡിൽ ആലോചിക്കാം. 8×5 അറിയാണെങ്കിൽ 8×6 നമുക്ക് ഈസി ആയിട്ട് പറയാം അല്ലേ. സോ ഇവിടെ എന്തായാലും ആൻസർ വരിക 8648 അല്ലെങ്കിൽ 6848 ആ ഒരു വാല്യൂവും. ആൻഡ് നമ്മൾ ഇനി അടുത്തതുള്ളത് 8×7 വാല്യൂ ഈസ് 56 അല്ലെങ്കിൽ 7×8 വാല്യൂ 56. ഈ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. സോ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ 1ൻ്റെത് ഈസി ആയിട്ട് പഠിച്ചു, പിന്നെ 10 പഠിച്ചു, പിന്നെ നമ്മൾ 2ഉം 5ഉം 9ഉം നോക്കി, അതും ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. 3ഉം 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്ന ഈ ഒരു ബോക്സിലുള്ള വാല്യൂസ് മാത്രം അല്ലേ, ഈ ഒരു ബോക്സിലുള്ള വാല്യൂസ് മാത്രം. അതിൽ തന്നെ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിൽ 6×6 86, 7×7 49, 8×8 64 ഈ 3 വാല്യൂസ് അത് നമ്മൾ ആദ്യം പഠിച്ചേക്കുക. എന്താണ് 6×6 86, 7×7 49, 8×8 64. പിന്നെ നമുക്ക് 3 കൂടി പഠിക്കാനുണ്ട്. ഒന്ന് എന്താണ് 6×7 അല്ലെങ്കിൽ 7×6 42. പിന്നെ 8×6 അല്ലെങ്കിൽ 6×8 48. അല്ലെങ്കിൽ 8 പിന്നെ മൂന്നാമതുള്ളത് 8×7 അല്ലെങ്കിൽ 7×8 56. ഈ കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്തായി നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇത്രയും ഈസി ആയിരുന്നു അല്ലേ, ഇത്രയും ഈസിയാണ്. ഇനി ഇത് ഈസി ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇനി ഒരിക്കലും മറന്നു പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ കുറച്ച് ദിവസം കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കണം. പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ സ്കൂൾസിൽ ഒക്കെ ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്സിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരാനുണ്ടാവും. സോ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും അതിങ്ങനെ റിവൈൻഡ് ചെയ്ത് വന്നോളൂ. ക്ലിയർ അല്ലേ. സോ ആ ഒരു ഐഡിയാസ് ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു നോർമൽ പേപ്പർ എടുക്കുക. പേപ്പർ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ പേപ്പർ എടുത്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് വെറുതെ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. 10 ക്വസ്റ്റ്യൻസ് ചെയ്താൽ അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് മൈൻഡിൽ ചെയ്യുക. ഒരിക്കലും പേപ്പറിൽ എഴുതി ചെയ്യരുത്, മൈൻഡിൽ ചെയ്ത് നോക്കുക. ഇങ്ങനെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് 100% നമുക്ക് വളരെ ഈസി ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഓക്കെ. സോ ഇത് എന്നും ചെയ്യണം. ഓക്കെ. ഒരു 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ടൈമുള്ള സമയത്ത് എന്ത് ചെയ്യുക, 10 ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ വെറുതെ കുറച്ച് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് എഴുതുക. നമുക്ക് എന്തായാലും 1 മുതൽ 10 വരെ എല്ലാം പഠിച്ചല്ലോ. എഴുതുക, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആൻസർ കണ്ടു നോക്കുക, മൈൻഡിൽ കണ്ടു നോക്കുക, ആൻസർ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അടുത്ത ദിവസം ഇതുപോലെ ചെയ്യാം. റെഡി അല്ലേ, എല്ലാവരും ചെയ്ത് നോക്കൂലേ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് നമ്മളിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. സോ താങ്ക് യു ഓൾ, ബൈ ബൈ ബൈ.